നമസ്കാരം, എല്ലാവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളം ബിഷപ്പ് പീച്ച്ലി വിദ്യാപീഠ് സ്കൂളിലാണ്. ഇവിടെ നമ്മുടെ അധ്യാപകരും കുട്ടികളും എല്ലാം കൂടെ ചേർന്ന് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളും കൂടെ ചേർന്ന് ഒരു എക്സിബിഷൻ തയ്യാറാക്കിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലുള്ള പുരാതന വസ്തുക്കളും അതുപോലെ തന്നെ അധ്യാപകരുടെയും വീട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ കുട്ടികൾ ഒരുക്കിയ നിരവധി സാധനങ്ങളാണ് ഇവിടെ എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്കതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. പീച്ച്ലി വിദ്യാപീഠിലെ ടീച്ചറാണ്. എൻ്റെ പേര് അശ്വതി ആൻഡ്രൂസ് എന്നാണ്. ഞങ്ങളുടെ സ്കൂളിന്റെ സൃഷ്ടി 3 എന്ന പേരിൽ നടത്തപ്പെടുന്ന 3ാമത്തെ എക്സിബിഷനാണ്, മെഗാ എക്സിബിഷനാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ ഒന്ന് തട്ടി ഉണർത്തി അവരെ കഴിയാവുന്ന വിധം അവര് കുറെ സാധനങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാധനങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൂടാതെ വർക്കിംഗ് മോഡൽസ് ഉണ്ട്, സ്റ്റിൽ മോഡൽസ് ഉണ്ട്, ചാർട്ട് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആന്റിക്സ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഴമ എന്താണെന്ന് അറിയില്ല. അപ്പം പുതുതലമുറയെ പഴയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഓരോന്നും ഇവിടെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വള്ളം വരുന്നത് ശരിക്കുള്ള കൊതുമ്പ് യൂസ് ചെയ്തുണ്ടാക്കിയ വള്ളമാണ്. ഇത് ഒരുപാട് പഴക്കമുള്ളതാണ്. ഇതിപ്പോ പെയിന്റ് അടിച്ചിരിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ ഇത് വളരെ പണ്ട് കാലത്ത് ആ വീട്ടിൽ വെച്ചിരുന്നതാണ്. ഞങ്ങൾക്ക് ഈ വർഷം റോബോട്ടിക്സിന്റെ ഒരു ക്ലാസ് തന്നെ സബ്ജക്ട് തുടങ്ങിയിട്ടുണ്ട്. The robot can move around without hitting things. It has specialized called sensors. The robot uses sensors to see object in front of it. Its brain decides what to do when it sees something. The robot changes direction and avoid things, and it's clean the robot. This is a robot which draws shapes like square, rectangle, circle, etc. Let's see how it's done. ക്രിസ്മസിന് ആവശ്യമായിട്ടുള്ള ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനായി ഞങ്ങളുടെ പ്രിൻസിപ്പൽ ബെൻസി സാറിന്റെയും വൈസ് പ്രിൻസിപ്പൽ ശോഭ മാം, ബസാർ ലാൽജി അച്ഛൻ, കൂടാതെ ഞങ്ങളുടെ കുട്ടികളുടെ പേരൻസ്, അവരുടെ എല്ലാം ഭയങ്കരമായ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ട്. വളരെ മനോഹരമായി ഇത്രയും കാര്യങ്ങൾ സജ്ജീകരിക്കുവാൻ ഞങ്ങളെ സാധിച്ചത് ഞങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തനമാണ്. എൻ്റെ പേര് ആലിം വർഗീസ്. ഇത് നമ്മൾ ശരിക്കും തെർമോക്കോൾ ഉണ്ടാക്കിയ തേങ്ങയാണ്. ഇത് നമ്മൾ തെർമോക്കോളിലും കൊണ്ട് ഷേപ്പ് ചെയ്ത് കണ്ടോ, ഈ 3 സൈഡ്സ് ആയിട്ട് ഷേപ്പ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിനകത്ത് റിയലിസ്റ്റിക്കിന് വേണ്ടി ഒരു ചെറിയ കണ്ടെയ്നറിനകത്ത് വാട്ടർ ഇട്ടിട്ടുണ്ട്. അതിന് ചെറിയായിട്ട് വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാം. പിന്നെ ഇതിൻ്റെ മേളിൽ കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വെച്ച് ചെയ്തതാണ്. ഞങ്ങളുടെ ക്ലാസ് 7-ലെ എല്ലാവരും കൂടെ ചേർന്ന് അവിടുത്തെ അർജുൻ്റെ ലോറി പറഞ്ഞ ഒരു ചെറിയൊരു സ്റ്റിൽ മോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷിരൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുത്തെ ഒരു പാരലായിട്ടൊരു റോഡുണ്ട്. അത് പെട്ടെന്ന് ഇടിഞ്ഞിട്ട് മണ്ണെല്ലാം കൂടെ ഈ ലോറിയുടെ മണ്ടയ്ക്കോട്ട് വീഴുന്നു. അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ചെറുതായിട്ട് ചെയ്തേക്കുന്നത്. അവിടെ അടുത്തുള്ളൊരു ചെറിയ ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് കൃഷ്ണ എന്നായിരുന്നു. ആദിത്യനീഷ്. ക്ലാസ് 7-ലെ ബോയ്സ് എല്ലാവരും കൂടെ ചേർന്ന് 16 പേരുണ്ടായിരുന്നു. 1-1.5 ദിവസം കൊണ്ടുണ്ടാക്കി. This is the model of an active volcano, and the lava coming out of the volcano is made by the impurities and the chemicals which is found in the earth crust and all. I made this volcano model by using cement and also the plywood, and it was actually the baking soda and the vinegar which made the reaction come out like it. I also added red oxide as a color to make the lava red color. പേരാണ് ഇത് നോൺ ന്യൂട്ടോണിക് ഫ്ലൂയിഡ് എന്നറിയപ്പെടും. ന്യൂട്ടന്റെ ലോ ഓഫ് വിസ്കോസിറ്റിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണിത്. ഇതിനകത്ത് നമ്മൾ പതുക്കെ കൈ ഇറങ്ങിപ്പോകും. നമ്മൾ ഹാർഡായിട്ട് പഞ്ച് ചെയ്താലോ ഹിറ്റ് ചെയ്താലോ ഇതിനകത്ത് ഇറക്കത്തില്ല. വിദേശത്തെ ഹമ്പിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്.